ക്ലോക്കിന്റെ സൂചി ഇതെവിടെ പോയി? എന്റെ മാതാവേ, എന്റെ ക്ലോക്കിന്റെ സൂചി ഇതാരെടുത്തോണ്ട് പോയി? ഈശോയെ, എടി അന്നാമോ, അന്നാമേ, എന്താ അച്ഛയ? എന്തിനാ വിളിച്ചത്? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? എടി അന്നാമേ, നമ്മുടെ മോൻ ജോസുകുട്ടി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണ ക്ലോക്കിന്റെ സ്വർണ്ണ സൂചി കാണാനില്ല. എന്റെ മാതാവേ, നേരാണോ ഞാൻ ഈ കേൾക്കുന്നേ? അതേടി, ഞാൻ ചുമ്മാ പറയുമോ? കെട്ടിയോളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവനോട് എന്നാ സമാധാനം പറയും? നീ എങ്ങാനും അത് എടുത്തായിരുന്നോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മോളിക്കുട്ടിയോട് ശ്രദ്ധിക്കാം. മോളിക്കുട്ടി, എടി മോളിക്കുട്ടി, നീ അവിടെ എന്നാ എടുക്കുവാ? എന്താ അമ്മച്ചി? എടി, നമ്മുടെ അപ്പച്ചന്റെ സ്വർണ്ണ ക്ലോക്കിലെ സ്വർണ്ണ സൂചി ആരാണ്ട് കട്ടോണ്ട് പോയി. നീ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല അമ്മച്ചി, നമ്മുടെ ആൻറ്റപ്പൻ ഇതുവഴി കറങ്ങി നടക്കുന്നത് കണ്ടായിരുന്നു. എന്റെ മാതാവേ, അവനിപ്പോൾ ഈ പണിയെ തുടങ്ങിയോ? വിളിക്കണി മോളിക്കുട്ടി അവനെ. അവനിട്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ചായ, എന്റെ കൊച്ചുങ്ങളെ ഒന്നും ചെയ്യരുത്. ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം അപ്പച്ച. എന്റെ വലിയാങ്ങളെ വിളിച്ചാലോ? അവനാണെങ്കിൽ ഇതുകൊണ്ട് കേസ് പിടിച്ച് നല്ല പിടിയാ. അയ്യോടി, ഇനി അവനെ വിളിക്കാത്ത കുറവേ ഉള്ളൂ. ആ ബ്ലാക്ക്ബെറി എടുത്തേ, ഒന്ന് വിളിച്ചേക്കാം. ഹലോ തൊമ്മിച്ച, നീ എവിടാ? ആ അളിയാ, എന്നാ പറയുന്നേ? എന്റെ ക്ലോക്കിന്റെ ഒരു സൂചി. എന്താ പറയുന്നേ? കേൾക്കുന്നില്ല. തയ്യൽ മെഷീന്റെ സൂചിയോ? ഓ, എന്നെ കൊണ്ടൊന്നും. ഓ, ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ ഇതാ വരുന്നു. ഒരുത്തനെ വിളിക്കാൻ പോയപ്പോൾ ഇതെന്താണ് രണ്ടെണ്ണം? എവിടെയായിരുന്നടാ ഇത്ര നേരം? തട്ടിന്റെ മോളിൽ ചീട്ട് അല്ല, തെങ്ങിന് വളം എടുക്കുകയായിരുന്നു. അപ്പോഴാ ഇവൻ എന്നെ വന്ന് വിളിച്ചത്. അപ്പച്ചനെ എന്നതാ കാണാതെ പോയത്? നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ മക്കളെ? ഓ, എന്നാ കഴിക്കാനാ അമ്മച്ചി? ഇച്ചിരി കപ്പയും കറിയും തൊട്ടുകൂട്ടി. എടാ അന്തപ്പാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. എന്താണ് ഒരു പരുങ്ങൽ? എവിടെ കൊണ്ട് കൊടുത്തതാ രണ്ടും കൂടെ എന്റെ സൂചി? എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. മാറി നിൽക്കണേ. എടി, മാറി നിൽക്കാൻ. ഞാൻ എടുത്തില്ല. എന്നെ ഒന്നും ചെയ്യരുതേ. ഇത് എന്തോന്ന് കട്ടെന്നാ പറയുന്നത് അർക്കിച്ച? ഞാനൊന്നും കട്ടില്ല തൊമ്മച്ചായ. ഈ അപ്പച്ചന് ഇത് എന്നാത്തിന്റെ കേടാ? വാടാ ചോപ്പ, വല്ലതും കഴിക്കാം. എന്നാ വാ ഒച്ചേ, നമുക്ക് ഇവന്മാർക്ക് എന്തെങ്കിലും വിളമ്പി കൊടുക്കാം. അടിയന്റെ എന്തോന്നാ കാണാതെ പോയത്? എടാ തൊമ്മിച്ച, നമ്മുടെ ജോസുകുട്ടി അമേരിക്കയിൽ നിന്നൊരു സ്വർണ്ണ ക്ലോക്ക് കൊണ്ടുവന്നില്ലേ? ഉണ്ടല്ലോ. അതിന്റെ ഒരു സ്വർണ്ണ സൂചി ആരാണ്ട് കട്ടോണ്ട് പോയടാ. എന്താ, ജോസുകുട്ടി കൊണ്ടുവന്ന സ്വർണ്ണ ക്ലോക്കിന്റെ സ്വർണ്ണ സൂചിയോ? അസാധ്യം. നമുക്ക് ഈ പാപ്പച്ചനെ വിളിക്കണം. ഹലോ പാപ്പച്ചായ, എന്നാ ഇത് പണി? കേസ് വല്ലതും ഉണ്ടോ? ഇങ്ങോട്ടൊന്ന് വരാമോ? ചിക്കത്തെ ശാപ്പാട് ഞാൻ ഏറ്റു.
അല്ല, അതെവിടെയാണെന്ന് പാപ്പച്ചൻ ചോദിക്കുകയായിരുന്നു. ദോ അവിടെ, ദോ അവിടെ. അത് പിന്നെ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്, ബട്ട് നോ പണിക്കാർ അവൈലബിൾ. No excuse, no excuse. AC ആണ് my life. No AC, no Shirley. അപ്പൊ അവൾ ഇന്ന് തന്നില്ലേടാ? Without AC, she is itching. Itching. കണ്ണാടി റിവനാണോ? ആണെങ്കിൽ അല്ല, ചുമ്മാ അറിയാൻ ചോദിച്ചതാ. സോമൻ സാറേ, നമ്മുടെ കർമ്മം മറക്കരുത്. റെസ്പോൺസിബിൾ. ഇല്ല പാപ്പച്ച, ഒരു നിമിഷം ഞാനിന്ന് പതറിപ്പോയി. ജോസ് കുട്ടി കൊണ്ടുവന്നപ്പോൾ ഇതിന് എത്ര സൂചി ഉണ്ടെന്നാ പറഞ്ഞത്? 2. I mean 2. വക്കിച്ചൻ സമയം നോക്കിയപ്പോഴാ? 1. ചോദിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. വക്കിച്ചൻ സമയം നോക്കിയപ്പോഴോ? 1. അപ്പോൾ 2 - 1. അച്ഛൻ എപ്പോഴാ സമയം നോക്കിയത്? 12 മണി അടിച്ചപ്പോൾ. What's wrong here? ഈ ജോസ് കുട്ടി എന്നാ സമയം നോക്കാൻ പഠിപ്പിച്ചായിരുന്നോ? അവൻ എവിടാ സമയം? അവധിയുടെ പകുതി സമയവും തുണിക്കടയിലും സ്വർണ്ണക്കടയിലുമാ. ബാക്കി സമയം ഷെർലി കുഞ്ഞിന്റെ വീട്ടിൽ. No AC, no Shirley. അതാ. എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ, സമയം 12:10. Time is 12:10. 2 സൂചിയും കണ്ടുപിടിച്ച് ഇനി കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊത്തൂവൽ കൂടി. എന്റെ ഭാരതമാതാവേ, എന്റെ പ്രമോഷൻ. ഇത് ഈശോയെ, സൂചി രണ്ടും ഇവിടെ തന്നെ ഉണ്ടല്ലോ. 10 മിനിറ്റ് വെറുതെ കളഞ്ഞല്ലോ. എടി അല്ലാമേ, മോളിക്കുട്ടി, ആൻഡപ്പ, ജോപ്പ സൂചി കണ്ടുപിടിച്ചു. എന്നോട് ക്ഷമിക്കും മക്കളെ, ഇനി ഒരിക്കലും 12 മണി അടിക്കുമ്പോൾ ക്ലോക്ക് നോക്കില്ല. ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. ഈ രസകരമായ നാടകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിവില്ലായ്മ സ്വയം മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് അറിയുക. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശം വരുത്താൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.